തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഒരു മകളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള അമ്മയുടെ കരച്ചിലാണ് ഈ ഭാഗത്തെ പ്രധാന പ്രതിപാദ്യം. മകളുടെ അസുഖത്തെക്കുറിച്ചുള്ള അമ്മയുടെ വേദന ഒരു ദിവസത്തെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ആ അമ്മയുടെ ദീർഘനാളത്തെ വേദനയുടെ കരച്ചിലായിരുന്നു അത്. സ്വർഗത്തിന്റെ വാതിൽ ആ കരച്ചിലൂടെ തുറക്കുന്ന താക്കോലായി മാറി. ആ തുറക്കപ്പെട്ട വാതിലായിട്ടാണ് യേശുക്രിസ്തു സോർ സീദോൻ പ്രദേശത്തേക്ക് പോകുന്നത്. ഗലീലയിലായിരുന്ന ക്രിസ്തു ഏകദേശം 80 കിലോമീറ്റർ ദൂരത്തിലുള്ള സോർ സീദോൻ പ്രദേശത്തേക്ക് ഈ അമ്മയുടെ മകളുടെ സൗഖ്യത്തിനായി മാത്രമാണ് പോയതെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ മറ്റു യാതൊരു പ്രവർത്തനവും ചെയ്യാതെ ഈ സൗഖ്യദാനത്തിന് ശേഷം കർത്താവ് അത്രയും ദൂരം തിരിച്ച് യാത്ര ചെയ്ത് ഗലീലയിലേക്ക് മടങ്ങുന്നതായിട്ടാണ് നാം കാണുന്നത്. ഭൂതബാധ ബാധിച്ച മകളെ ഓർത്ത് വേദനിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന അമ്മ യേശു തമ്പുരാൻ ഗലീലയിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിരിക്കണം. യേശുവെ ദാവീദ് പുത്ര എന്ന പേരെടുത്ത് വിളിച്ചാണ് അവൾ അപേക്ഷിക്കുന്നത്. അത്രമാത്രം യേശുവിനെ അവൾ മനസ്സിലാക്കിയിരുന്നു. യേശുവിനെ ഒന്ന് കാണുകയോ അവന്റെ അടുക്കൽ നേരിട്ടെത്തുകയോ ചെയ്തിരുന്നു എങ്കിൽ തൻ്റെ മകളുടെ ഭൂതോപദ്രവം മാറിക്കിട്ടിയനേം എന്ന് ആഗ്രഹിച്ച ആ സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ നിലവിളി കേട്ട് തന്നെയാണ് കർത്താവ് അവിടെ എത്തിയത്. അവളുടെ വിശ്വാസം ശോധന ചെയ്യുവാനായി കർത്താവ് തുടർന്ന് നടത്തിയ പരീക്ഷണമാണ് അവളെ ആദ്യം ശ്രദ്ധിക്കാതിരുന്നതും നായ്ക്കുട്ടി എന്ന് വിളിച്ച് അവളെ സംബോധന ചെയ്തതും. ഇവിടെയും കർത്താവ് അവളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഉപദ്രവികളായ തെരുവ് നായ്ക്കളോട് ഉപമിച്ച് അപമാനിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവളെ ശോധന ചെയ്യുവാനായി യജമാനന്മാരുടെ മേശക്കരികിൽ ലാളിച്ചു വളർത്തുന്ന വില കൂടിയ ചെറുനായ്ക്കളോടാണ് ഉപമിച്ചത് എന്നതും പ്രത്യേകമായി നാം മനസ്സിലാക്കിയിരിക്കണം. അത്തരം പരിഹാസങ്ങളിലോ തിരസ്കാരത്തിലോ ഒന്നും അവൾ നിരാശിതയാകാതെ തകരാറിലായ തൻ്റെ മകളുടെ മാനസിക നില ശരിയാകണം എന്ന ഏക ചിന്തയിൽ അവൾ കർത്താവിൻ്റെ കാൽക്കലേക്ക് വീഴുകയാണ്. അവൾ അവനെ വീണ് നമസ്കരിച്ചു എന്നാണല്ലോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാൽക്കൽ വീണുള്ള നമസ്കാരമാണ് യഥാർത്ഥ വിശ്വാസിയുടെ സ്വയം സമർപ്പണത്തിന്റെ ആരാധന. അവളുടെ ആ സമർപ്പണത്തിൽ കർത്താവ് സംപ്രീതനാകുന്നു. ഉടൻ കർത്താവ് അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ മകൾക്ക് സൗഖ്യം നൽകുകയാണ്. ഇന്നത്തെ ആധുനിക സാമൂഹ്യ ജീവിതത്തിലും കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, അതീവ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണം എന്നതാണ്. ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഭൂതബാധയേക്കാൾ ഭീകരമായ മാഫിയ സംഘങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും സാംസ്കാരിക വൈകൃതങ്ങളുടെയും പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് ലോബിയുടെ കച്ചവടം കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്കൂൾ, കോളേജ് തലങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഇടയിലാണല്ലോ. അതുപോലെ തന്നെ കുടുംബജീവിതത്തിന് താല്പര്യമില്ലാതെ സ്വവർഗ രതിയിലേക്കും ലിവിങ് ടുഗദർ സംസ്കാരത്തിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ആഴത്തിൽ വീട് കഴിഞ്ഞിരിക്കുന്നു. വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ബന്ധം വേർപെടുത്തി ഒറ്റയ്ക്ക് ജീവിക്കുവാൻ അവർ ധൃതി കൂട്ടുകയാണ്. മാതാപിതാക്കളുമായുള്ള ബന്ധം പോലും യൗവന നാളുകളിൽ തന്നെ ഒഴിവാക്കി സ്വതന്ത്ര വിഹായസിൽ വിഹരിക്കുവാൻ അവർ കൊതിക്കുന്നു. ഇതെല്ലാം ഇന്നത്തെ തലമുറയെ ബാധിച്ചിരിക്കുന്ന ഭൂതബാധകളാണ്. ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തിലെ നല്ല പൗരന്മാരായി വളർന്നു വരുന്നതിനും അവരുടെ വ്യക്തിത്വത്തിന്റെ സമഗ്രമായ രൂപീകരണം സാധ്യമാകുന്നതിനും നമ്മുടെ ഭവനങ്ങളിൽ നല്ല ശിക്ഷണം ഉണ്ടായേ മതിയാവൂ. ഇതിനായി മനഃശാസ്ത്ര വിദഗ്ധന്മാർ 5 തലങ്ങളിലുള്ള ശിക്ഷണം നിർദ്ദേശിക്കുന്നു. 1. ശാരീരിക ശിക്ഷണം, അഥവാ ഫിസിക്കൽ ഡിസിപ്ലിനാണ്. സ്വന്തം ശരീരത്തെക്കുറിച്ച് മതിപ്പും അഭിമാനവും വളർത്തുക. ഭക്ഷണം, വ്യായാമം, വിശ്രമം, വസ്ത്രധാരണം എന്നിവയിലെല്ലാം കൃത്യനിഷ്ഠ പാലിക്കുക. മറ്റുള്ളവരോടൊപ്പം അഭിമാനത്തോടെ ജീവിക്കാനുള്ള ആത്മാഭിമാനം വളർത്തുക എന്നതെല്ലാം ശാരീരിക ശിക്ഷണത്തിന്റെ ഭാഗമാണ്. 2. മാനസിക ശിക്ഷണം, അഥവാ മെന്റൽ ഡിസിപ്ലിനാണ്. സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയും അതിനെ വികസിപ്പിക്കുകയും ചെയ്യുക. പഠനത്തിലും പ്രവൃത്തിയിലും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുവാൻ പരിശീലിക്കുക. സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവരോട് എങ്ങനെ പെരുമാറണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക തുടങ്ങിയവ ഭവനത്തിൽ ലഭിക്കേണ്ട പരിശീലനങ്ങളാണ്. ധാർമ്മിക ശിക്ഷണം അഥവാ മോറൽ ഡിസിപ്ലിനാണ് 3ാമത്തെ ശിക്ഷണം. ഉത്തരവാദിത്തങ്ങളുള്ള ആത്മാർത്ഥതയും വിശ്വസ്തതയും, വേദനിക്കുന്നവരോടും പ്രയാസം അനുഭവിക്കുന്നവരോടുള്ള സഹാനുഭൂതിയും, വാക്ക് പാലിക്കാനുള്ള സത്യസന്ധതയും എല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ നാം ശീലിക്കേണ്ടതാണ്. അത് ധാർമ്മിക ശിക്ഷണത്തിൽ വരുന്ന വിഭാഗമാണ്. 4. ആത്മീയ ശിക്ഷണം അഥവാ സ്പിരിച്വൽ ഡിസിപ്ലിൻ. മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഘടകമാണ് അവനിലെ ആത്മാവ്.
ആത്മാവ് ബലപ്പെടുമ്പോഴാണ് ദൈവവുമായുള്ള ബന്ധം ശക്തിപ്പെടുന്നത്. അപ്പോഴാണ് മനുഷ്യൻ പരമമായ സന്തോഷം അനുഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പരമമായ സന്തോഷം അനുഭവിക്കുക എന്നതാണല്ലോ. ഈ സന്തോഷത്തിലേക്ക് അവനെ നയിക്കത്തക്കവണ്ണം നല്ല ആത്മീയ ശിക്ഷണം ഭവനത്തിൽ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. 5. സാമൂഹ്യ ശിക്ഷണം അഥവാ സോഷ്യൽ ഡിസിപ്ലിൻ. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്നും സമൂഹത്തിലുള്ളവരുമായി ഏകീഭവിച്ച് ജീവിക്കേണ്ടവനാണെന്നും സമൂഹത്തിൽ നിന്ന് അകന്ന് ഒറ്റയാനായി ജീവിക്കരുതെന്നും കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം. നല്ല ആശയവിനിമയ രീതികളും പൊതുസമൂഹത്തിൽ അനുവർത്തിക്കേണ്ട പെരുമാറ്റ രീതികളും ഭവനത്തിൽ നിന്ന് അവന് ലഭിക്കണം. ഇപ്രകാരം ഒരു നല്ല ലക്ഷ്യബോധത്തോടു കൂടി കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ഭാവിയെ ഓർത്ത് ദുഃഖിക്കുകയോ കരയുകയോ ചെയ്യേണ്ടി വരില്ല. ഈ നോയമ്പ് ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല പരിശീലന കളരിയായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.